പാരിലെന്നെ ഉയർത്തിടും കുരിശതെന്നാലും തൊണ്ണൂറാം സങ്കീർത്തനം 13-ാം വാക്യം. കർത്താവേ, മടങ്ങി വരേണമേ. അങ്ങ് എത്ര നാൾ വൈകും? അങ്ങയുടെ ദാസരോട് അലിവ് തോന്നേണമേ. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കുവാൻ സാധ്യമല്ല. പൂർണ്ണമായും കറയറ്റതല്ലാത്ത ആത്മാവുമായി ദൈവം ഐക്യത്തിലാവുമെന്ന് ആർക്കാണ് പറയുവാൻ സാധിക്കുക? ഇരുളും വെളിച്ചവും തമ്മിൽ, സത്യവും അസത്യവും തമ്മിൽ അത്തരമൊരു ഐക്യം ഉണ്ടാക്കുവാൻ സാധിക്കും എന്ന് കരുതുന്നവന് ദൈവത്തെപ്പറ്റി വളരെ കുറച്ച് അറിവേയുള്ളൂ. പാപകരമായ അവസ്ഥയിൽ മരിക്കുന്നവർക്ക് ശുദ്ധീകരിക്കപ്പെടാതെ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുവാനോ ദൈവവുമായി ചേരുവാനോ അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ ഗണത്തിൽ ചേർന്നുകൊണ്ട് ആഹ്ലാദിക്കുവാനോ കഴിയുകയില്ല. ദൈവം താൻ എന്തായിരിക്കുന്നുവോ അതുപോലെ ആയിരിക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ അനശ്വരമായ ദൈവീകതയും സൃഷ്ടിക്കപ്പെടാത്ത നന്മയും ആയിരിക്കുന്നിടത്തോളം കാലം അത് സാധിക്കുകയില്ല. ചിന്തനം ഇങ്ങനെ പ്രാർത്ഥിക്കുക: ദൈവമേ, എൻ്റെ ബുദ്ധിയിലും ബോധ്യത്തിലും ഉണ്ടായിരിക്കുക, എൻ്റെ കാഴ്ചയിലും നോട്ടത്തിലും ഉണ്ടായിരിക്കുക, എൻ്റെ അധരത്തിലും സംസാരത്തിലും ഉണ്ടായിരിക്കുക. ദൈവമേ, എൻ്റെ ഹൃദയത്തിലും ചിന്തയിലും വസിക്കുക. ദൈവമേ, എൻ്റെ അവസാനത്തിലും മരണത്തിലും ഉണ്ടായിരിക്കുക. പ്രാർത്ഥന. നിത്യപിതാവേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ ഏക കർത്താവുമായ യേശുക്രിസ്തുവിന്റെ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ശുദ്ധാത്മാക്കൾക്ക് വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള എല്ലാ പാപികൾക്ക് വേണ്ടിയും തിരുസഭയിലുള്ള എല്ലാ പാപികൾക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിലും തലമുറകളിലുള്ളവർക്ക് വേണ്ടിയും ഞാൻ കാഴ്ചവെക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് സമർപ്പിക്കുന്ന പ്രാർത്ഥന 20 ദിനങ്ങൾ പിന്നിടുമ്പോൾ ആത്മാക്കൾ രക്ഷ പ്രാപിച്ചു എന്ന് തന്നെ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. നമ്മുടെ കർത്താവായിരിക്കുന്ന ഈശോമിശിഹ കുരിശിൽ ബലിയായപ്പോൾ തൻ്റെ ദിവ്യമാതാവിനെ മാതാവായിട്ടും മനുഷ്യരെ അവിടത്തേക്ക് മക്കളായിട്ടും കൽപ്പിച്ചു നൽകുകയുണ്ടായല്ലോ. ഒരു മാതാവ് സ്വന്തം കുഞ്ഞിനെ മറന്നു എന്ന് വരുമോ? അങ്ങനെ സംഭവിച്ചാലും ദൈവമാതാവ് തൻ്റെ മക്കളായ മനുഷ്യരെ ഒരിക്കലും മറക്കുകയില്ല. അവർക്ക് നന്മ ചെയ്യാതിരിക്കുകയുമില്ല. എല്ലാ മനുഷ്യർക്കും ദൈവമാതാവിനെ അമ്മയായിട്ട് നൽകിയതിനാൽ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കും ഈ അമ്മയെപ്പറ്റി ചിന്തിക്കുവാൻ അവസരമുണ്ട്. ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം മൂലം ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുന്ന ആത്മാക്കൾക്ക് ഒരു കണക്കുമില്ല. എങ്കിലും ദൈവനീതിക്ക് വിശേഷ പരിഹാര കടം തീർക്കേണ്ടവരായ അനവധി ആത്മാക്കൾ ഇനിയും ശുദ്ധീകരണ സ്ഥലത്തിൽ വേദനപ്പെടുന്നുണ്ട്. ഈ കടത്തിന് ഉത്തരവാദം മനുഷ്യർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവമാതാവിന് എത്രയും പ്രിയമായിരിക്കും. ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന ആത്മാക്കളുടെ നേർക്ക് നമുക്കുള്ള ഭക്തിക്കൊത്ത് പോലെയായിരിക്കും ദൈവമാതാവിന് നമ്മുടെ നേരെയുള്ള സ്നേഹവും ദയയും. പ്രിയ ദൈവജനമേ, നമുക്ക് പ്രാർത്ഥിക്കാം. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ മോക്ഷത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നിത്യദൈവമായിരിക്കുന്ന ഈശോയെ, മോക്ഷരാജ്ഞിയായ ദൈവമാതാവിൻ്റെ അപേക്ഷയാൽ സകല മോക്ഷവാസികളുടെയും പ്രാർത്ഥനകൾ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ. കർത്താവെ, ഞങ്ങളെ കാത്ത് പരിപാലിച്ചു കൊള്ളണമേ. നിത്യായുസ്സിൻ്റെ ശരണത്തോടുകൂടെ മരിച്ചവരുടെ ആത്മാക്കളെ കൃപയോടുകൂടെ കടാക്ഷിച്ച് അവരെ അങ്ങേ പക്കൽ ചേർത്ത് കൊള്ളണമേ. നിത്യപിതാവേ, ഈശോമിശിഹ കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചുവരെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കൃപയുണ്ടായിരിക്കണമേ. സകല വിശുദ്ധരുമേ, സകല മാലാഖന്മാരെ, മരണത്തിൻ്റെ താക്കോലും നരകത്തിൻ്റെ താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് കർത്താവെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ ആശയെ നിറവേറ്റുവാൻ
ദയായിരിക്കണമേ എന്ന് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടൊരുളണമേ. കർത്താവായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.